ഇപ്പോൾ ഇരട്ടത്താപ്പാണ് പൊതുവെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നല്ലോ എല്ലാവരും പറയുന്നത്. അത് ഞാൻ മാത്രമല്ല, UDF-ന്റെ പ്രവർത്തകർ പറയുന്നതാണ്. എന്ത് കരുതലാണ് എന്ന് നോക്കണം. നമ്മുടെ മാധ്യമങ്ങൾ UDF-നെ വിശേഷിച്ച് മുഖ്യമന്ത്രി VD സതീശനെ രക്ഷിക്കാൻ കാട്ടുന്ന കോപ്രായങ്ങൾ എന്ന് തന്നെ പറയാം. അവരുടെ വാർത്തകൾ കണ്ടാൽ അത് മനസ്സിലാകും. ആരാണ് നികുതി ഇളവ് നൽകിയത്? VD സതീശനാണ്. ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള VD സതീശൻ മുഖ്യമന്ത്രി നിയമസഭയിലാണ് പറഞ്ഞത്, പ്രഖ്യാപിച്ചത്. LDF സർക്കാർ കമ്പനികൾക്ക് നികുതി ഇളവ് നൽകിയിരുന്നോ? ഇല്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എല്ലാം ചെയ്തത് LDF ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നു കേരളത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ച്. അതിനെതിരെ KN ബാലഗോപാൽ, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, രംഗത്ത് വന്നു. അദ്ദേഹം കൊല്ലത്ത് നടത്തിയ വാർത്താ സമ്മേളനം അതിൽ ഈ നീക്കങ്ങളെക്കുറിച്ച് എണ്ണി പറയുന്നുണ്ട്. കേൾക്കാം നമുക്ക് KN ബാലഗോപാലിൻ്റെ വാക്കുകൾ. പ്രശ്നം സജീവമായി ചർച്ച ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ കുറേയേറെ അതിനെ സംബന്ധിച്ച് ധാരണകൾ വന്നിട്ടുണ്ട്. അപ്പം അത് സംബന്ധിച്ച് ഇന്നത്തെ ചില പ്രമുഖ പത്രങ്ങളിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നേരത്തെ വീര്യം കുറഞ്ഞ മദ്യത്തിനെ പറ്റിയുള്ള ചില ഫയലുകൾ നീങ്ങിയതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ, അല്ലെങ്കിൽ അത് മുഴുവൻ എന്തോ ഇടതുപക്ഷം തുടങ്ങി വെച്ചതാണെന്നുള്ള തരത്തിലേക്ക് സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നതാണ്. വാസ്തവത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിനകത്ത് ഈ പറയുന്ന ബക്കാഡി എന്നൊക്കെ പറയുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കാൻ ഇടതുപക്ഷം തയ്യാറായിട്ടില്ല. ഇന്ന കമ്പനി എന്നുള്ളതല്ല, അത് പുതിയൊരു മേഖലയിലേക്ക് മദ്യം വരുന്നു എന്നുള്ളത് വേറൊരു കാറ്റഗറി ആളുകൾ ലൈറ്റായിട്ടുള്ള മദ്യമാണെന്ന് കരുതാത്ത തരത്തിൽ ഇത് കുടിക്കുന്ന ഒരു സംഭവമായി വരും എന്നുള്ളത് കൊണ്ട് അതിന് ടാക്സ് ഫിക്സ് ചെയ്ത് വിൽക്കാനായി അനുവദിക്കാതിരുന്നതാണ്. അപ്പം അത് സംബന്ധിച്ച് വലിയ തോതിൽ മദ്യത്തിന്റെ വ്യാപനം വരും. ടാക്സ് സംബന്ധിച്ച്, വരുമാനം സംബന്ധിച്ച് വരുന്ന കമ്പനികൾക്ക് വലിയ ബെനിഫിറ്റ് വരും. ഇത്തരം പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ് കൊടുക്കാതിരുന്നത്. അപ്പോൾ നേരത്തെ കുറേ വീര്യം കുറഞ്ഞ മദ്യത്തിനെ സംബന്ധിച്ച് ഗവൺമെന്റ് എന്തൊക്കെയാണ് വീര്യം കുറഞ്ഞ മദ്യം തുടങ്ങിയത് കാറ്റഗറൈസ് ചെയ്ത് അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡിലുണ്ട്. റെക്കോർഡിൽ ഓരോന്നിനെ സംബന്ധിച്ചും അഭിപ്രായങ്ങളുണ്ടാവും. ഡെഫിനിഷൻ ക്ലോസിനകത്ത് ഡെഫിനിഷൻ ഉണ്ടാവും. ആ ഡെഫിനിഷൻ ക്ലോസിനകത്ത് ഡെഫിനിഷൻ വരികയും കാര്യങ്ങൾ ഇന്നതാണ് വീര്യം കുറഞ്ഞത്, ഇന്നതാണ് വീര്യം കൂടിയത് എന്നൊരു, അല്ലെങ്കിൽ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ഇന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ ടാക്സ് നിശ്ചയിച്ചാൽ മാത്രമേ കച്ചവടം ചെയ്യാൻ പറ്റൂ. അങ്ങനെ കച്ചവടം ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ടാക്സ് നിശ്ചയിക്കാത്തതുകൊണ്ട് തന്നെ കമ്പോളത്തിലേക്ക് വരാതിരുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം. ഞങ്ങള് വീര്യം കുറഞ്ഞ മദ്യത്തിനകത്ത് ഒരു വിഭാഗത്തിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വൈൻ, അത് ഹോർട്ടി വൈൻ എന്ന പേരിൽ തന്നെ പ്രത്യേക ഫണ്ട് കൊടുത്തിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി UDF-നകത്ത് ഇത് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ നടപ്പിലാക്കൂ എന്നാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അങ്ങനെ മറുപടി പറയുന്നതിന് മുമ്പ് അദ്ദേഹം കുറേ കാര്യങ്ങൾ, തെറ്റായ പ്രസ്താവനകൾ, വസ്തുതയല്ലാത്ത കാര്യങ്ങൾ തന്റെ ആർഗ്യുമെന്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി പറയുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഒക്കെ കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. പക്ഷെ അങ്ങനെ ചെയ്യുന്നൊരു ശീലമാണ്. അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ UDF ചർച്ച ചെയ്തിട്ട്, കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിയമം നിർമ്മിക്കാനായിട്ട് ബില്ലുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യം ഉൾപ്പെടുത്തും. എന്നിട്ട് UDF-ന്റെ നേതാക്കന്മാർ പലരും പറയുന്നത്, കോൺഗ്രസിന്റെ മന്ത്രിമാർ തന്നെ, അല്ലെങ്കിൽ UDF-ന്റെ മന്ത്രിമാർ തന്നെ പറയുന്നത്, ഇത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ നടപ്പിലാക്കുള്ളൂ, ഞങ്ങൾ നയമെടുത്തിട്ടേ നടപ്പിലാക്കുള്ളൂ എന്ന് എക്സൈസ് മന്ത്രി അടക്കം പറയുന്നുണ്ട്. പക്ഷേ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ, അസംബ്ലിയിൽ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ, ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ബില്ല് ഗവർണറുടെ അസന്റിന് പോകും, അത് പബ്ലിക് ഡോക്യുമെന്റ് ആവും. പിന്നെ അതിനകത്ത് വലിയ സാങ്കേതിക കാര്യമൊന്നുമില്ല ഇത് നടപ്പിലാക്കുന്നതിന്, വിൽക്കുന്നതിന്. അപ്പൊ അങ്ങനെ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെന്താ ചർച്ചയ്ക്ക് പ്രസക്തി? ആ ചർച്ച UDF-നകത്ത് നടക്കുന്നതിനെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ചർച്ച നടക്കുന്നതിനെ പറ്റിയുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കണം. ഇപ്പോ നേരത്തെ തന്നെ LDF-ന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ്, പക്ഷെ വിൽക്കാൻ തീരുമാനിച്ചിരുന്നില്ല. വിൽക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നേരത്തെ ഉൽപ്പന്നം മാർക്കറ്റിൽ വന്നല്ലോ. അവർ തന്നെ പറയുന്നു 3 വർഷം 4 വർഷമായിട്ട് ഇത് LDF-ന്റെ ഫയല്, LDF-ന്റെ ഗവൺമെന്റിന്റെ അടുത്ത് ഫയല് വന്നു, മാർക്കറ്റിൽ വന്നില്ല. മാർക്കറ്റിൽ വരാതിരുന്നത് മാർക്കറ്റിലേക്ക് അയക്കേണ്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ്.
ഈ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ വരണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചതുകൊണ്ട് തന്നെയാണ് ഈ മാർക്കറ്റിലേക്ക് വരാനായിട്ട് ഇതിന് നികുതി നിശ്ചയിക്കാതിരുന്നത്. അപ്പോൾ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനരഹിതമാണ്. പ്രമുഖമായ 2 പത്രങ്ങൾ ഇന്ന് ഈ വാദം ശക്തിപ്പെടുത്തി ഈ മദ്യം വന്നോട്ടെ അല്ലെങ്കിൽ മദ്യം ഇവർ വന്നുകൊണ്ടതിനകത്ത് കുഴപ്പമില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് ഒരു വാർത്ത ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ പറയുന്നത്. അങ്ങനെ 3 വർഷമോ 4 വർഷമായിട്ടിരിക്കുന്ന ഒരു കാര്യത്തിനകത്ത് നികുതി ഞങ്ങൾ നിശ്ചയിക്കാതിരുന്നതാണ്. അത് ഞങ്ങൾ നികുതി നിശ്ചയിക്കുമോ എന്നുള്ള സംശയം നേരത്തെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പറഞ്ഞിരുന്നു. വലിയ അഴിമതി നടക്കാൻ പോവാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നു, പിന്നെ ചില വലിയ കുത്തക കമ്പനികൾക്ക് മദ്യ കമ്പനികൾക്ക് സഹായകരമായ നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരമെന്നൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളെ പറ്റി അറിയാം, അങ്ങനെയൊക്കെ നികുതി നിശ്ചയിച്ചാലുണ്ടാവുന്ന അപകടങ്ങളെ പറ്റി അറിയാം. അദ്ദേഹമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ചെയ്തത്. എന്നിട്ട് UDF ചർച്ച ചെയ്തിട്ടാണ് ഇത് നടപ്പിലാക്കൂ എന്ന് പറയുന്നതിന് വിരുദ്ധമായി ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോയി. കാരണം എറിഞ്ഞ കല്ല് പോലെ തന്നെയാണ്, പിന്നെ കയ്യിൽ നിന്ന് പോയല്ലോ. എറിഞ്ഞ കല്ല് പോലെയാണ് നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ എറിഞ്ഞ കല്ല് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും എന്ന് പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം പറയുന്ന വാക്കുകൾ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്, തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നീട് എത്ര മാറ്റി പറഞ്ഞാലും പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ നിയമം ഇപ്പോൾ പാസ്സാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം. അങ്ങനെ നിയമമായിട്ട് പോവാണ്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമയത്ത് ഇത്തരം ഒരു ഡെഫിനിഷൻ ക്ലോസ് വന്നു, മറ്റു കാര്യങ്ങൾ വന്നു. അതിന്റെ ഓപ്പറേറ്റിംഗ് പാർട്ടിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു. അതിന്റെ ഓപ്പറേറ്റിംഗ് പാർട്ട് എന്ന നിലയിലേക്ക് നികുതി നിശ്ചയിച്ച് ഗവൺമെന്റ് അംഗീകരിച്ചില്ല. അത് ഫിനാൻസിൽ നിന്ന് അല്ലെങ്കിൽ ടാക്സസിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കാര്യം വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഞങ്ങൾക്ക് അത് ഇറക്കുന്നത് വലിയൊരു നമ്പർ ആളുകൾ ഇതുവരെ ഇത് മദ്യമാണെന്ന് പറഞ്ഞൊരു സാധാരണ ഹാർഡായിട്ടുള്ള മദ്യം എന്ന് പൊതുവെ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ മടിക്കുമെങ്കിൽ ഇത് കൂൾ ഡ്രിങ്ക്സ് പോലെ ഒരു സോഷ്യൽ ഡ്രിങ്കിങ്ങിലേക്ക് പോകുന്ന ഉൽപ്പന്നങ്ങളാണ്. അത് വന്നാൽ അപകടകരമായ ഒരു സ്ഥിതി ഉണ്ടാകും, അവരുപയോഗിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞത്. അത് മുന്നോട്ട് പോകരുതെന്നുള്ളതുകൊണ്ടാണ് ഈ വാർത്തകൾ, ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്തകളിലൊക്കെ ഇതൊക്കെയാണ് കണ്ടില്ലേ. ഇതിനകത്തൊക്കെ പഴമല്ല, ആ മണമുള്ള സ്പിരിറ്റ് തന്നെ, പിന്നെ സ്പിരിറ്റ് കലക്കി വിൽക്കാനും ഇടത് സർക്കാരിന്റെ അനുമതി, ഇതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യം. അങ്ങനെ അനുമതി ഉണ്ടെങ്കിൽ ഈ സാധനം വന്നേനല്ലോ. അപ്പൊ അങ്ങനെ വാർത്തകൾ കൊടുക്കുന്നത് തെറ്റായ ചില ഫീഡ്ബാക്ക് കിട്ടിയിട്ടായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നുള്ളത് കൊണ്ടാണ്. ഇതിപ്പോ വാദി പ്രതിയായ സ്ഥിതിയിലാണ്. ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു വിൽക്കാൻ പാടില്ല, ഇത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അതിപ്പോ എടുത്തിട്ട് വാദി പ്രതിയായതുപോലെയാണ്. ഞങ്ങൾ പറഞ്ഞതാ ഇത് വരുന്നുണ്ട്, ഇത് അപകടമാണെന്ന് പറഞ്ഞപ്പോൾ അല്ല, ഇവരത് ഇങ്ങനെ തയ്യാറാക്കി വെച്ചേക്കുക എന്നുള്ള തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം പറഞ്ഞത്. ഇതിന് ഉപോത്ബലവുമായി പല കാര്യങ്ങളും ഇതിനിടയ്ക്ക് സഭയിൽ ഉൾപ്പെടെ പറയാൻ ശ്രമിച്ചു. ഒരു കാര്യം, വലിയ പ്രമുഖമായ ഒരു പത്രം തന്നെയാണ്, 100 കോടി രൂപയുടെ ബാറിലെ കച്ചവടം കുറഞ്ഞു കഴിഞ്ഞ വർഷം അവസാനം. അത് കൃത്യമായി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഒന്നുകൂടെ അതിന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ നേരത്തെ കൺസ്യൂമർ ഫെഡ് വിൽക്കുന്ന മദ്യവും ബാറിൽ നിന്ന് വിൽക്കുന്ന മദ്യവും ഒറ്റ ഹെഡിലാണ് വരുന്നത്. കൺസ്യൂമർ ഫെഡിന് ഈ ബ്യൂറേസ് പോലെ ഔട്ട്ലെറ്റ് ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. കൺസ്യൂമർ ഫെഡിന്റെ അവിടുന്ന് ഔട്ട്ലെറ്റിൽ നിന്ന് വിൽക്കുന്ന മദ്യവും ബാറിന്റെ മദ്യവും ഒരൊറ്റ അക്കൗണ്ടിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ കൺസ്യൂമർ ഫെഡ് പ്രത്യേക ഹെഡായിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അത് മാറിയപ്പോഴാണ് ആ അക്കൗണ്ടിന്റെ കാര്യം വന്നത്. അപ്പൊ ഇത് ഒരു ദിവസം കൊടുത്തുക, ഇതിങ്ങനെ മദ്യം കുറയുന്നു. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ജനങ്ങളുടെ ഓർമ്മശക്തിയെ പരീക്ഷിക്കുന്ന തരത്തിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ എത്ര മദ്യഷാപ്പുകൾ ഉണ്ടായിരുന്നു, വിദേശ മദ്യ ബാറുകൾ ഉണ്ടായിരുന്നു? 29 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എത്ര? 900 ആയില്ലേ അവസാനം? ഏകദേശം 748 ബാറുകൾ ആ സമയത്ത് അടച്ചുപൂട്ടി. എന്തുകൊണ്ടാ? ഉമ്മൻചാണ്ടി സർക്കാർ അടച്ചുപൂട്ടി. എന്തുകൊണ്ടാണ്? ബാർ ലൈസൻസ് കൊടുത്തതിനെ പറ്റി വലിയ വിവാദം, ബാർക്കോഴ വിവാദം. അന്നത്തെ പത്രങ്ങൾ നോക്കിയാൽ അറിയാം, പുതിയ പത്രപ്രവർത്തകരും ഉണ്ടാവുമല്ലോ, ഈ കേൾക്കുന്നവരും നാട്ടിൽ പുതിയ ആളുകളാണ്. പക്ഷെ ബാർക്കോഴ വിവാദം, അതിന്റെ പേരിലുള്ള തർക്കം, വലിയ തോതിൽ UDF-നകത്തുണ്ടായ തർക്കത്തെ തുടർന്ന് ഇതെല്ലാം അടച്ചു പൂട്ടാനായിട്ട് തീരുമാനിച്ചു അന്നത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി. എന്നിട്ടോ ഈ സ്ഥലത്തിനെല്ലാം ബിയർ വൈൻ പാർലറായിട്ട് അനുവാദം കൊടുത്തു. ആ ഹോട്ടലുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവർ കോടതിയിൽ പോയി, കേസ് പോയി. തമ്മിൽ അന്ന് ഗവൺമെന്റിനെതിരെ ഉണ്ടായ കേസുകളും തർക്കങ്ങളും ബാർക്കോഴ വിവാദവും രണ്ടുമാണ് അതിന് അന്ന് നിരോധിക്കാൻ കാരണം. പിന്നീട് കോടതിയിൽ പോയി അതിന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് ആ ബാറുകൾ പ്രവർത്തനം തുടങ്ങിയതാണ് ഈ ബാറുകൾ വന്നേക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഒരു ചെറിയ സമയത്തേക്ക് മാത്രം പറയുന്നത് ഒന്ന്, മനസ്സിൽ വേറൊന്ന്. അത് ആത്മകഥം പറയുന്നത് പോലുള്ള കാര്യങ്ങൾ പോലും പുറത്തു വരുവാണല്ലോ ഇപ്പോൾ.
നമ്മൾ പറയുന്നതൊരു കാര്യം, ഒരു സബ്മിഷൻ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം പോലെ പറയുന്നതൊന്നും മനസ്സിൽ വേറൊന്നും എന്ന നിലയിലേക്കല്ല. ഈ കാര്യങ്ങളൊക്കെ കേരളത്തിൽ ബാറുകളും മദ്യശാലകളും കൂടുതൽ കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രമിച്ചോ? ഇടതുവർഷം 748 ബാറുകൾ അന്ന് നിർത്തിപ്പോയത്, പിന്നെ നിർത്തിപ്പോയതിന്റെ കാരണം അന്നത്തെ ബാർ കോഴ വിവാദവും അഴിമതിയും പ്രശ്നങ്ങളും അതിന്റെ പേരിലുണ്ടായ UDF-ലെ തർക്കങ്ങളും അല്ലേ? അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറയുക. ഇപ്പോഴത്തെ പ്രശ്നം ഈ പല കാര്യങ്ങളിലും ബഡ്ജറ്റിലും ധവളപത്രത്തിലും പറഞ്ഞ അമിതമായ ഈ സ്വകാര്യവൽക്കരണത്തിന്റെയും എങ്ങനെയും കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പറയുമെന്ന് പറയുന്ന തരത്തിലേക്കുള്ള ശ്രമങ്ങളും നമ്മുടെ നാടിന് വലിയ അപകടം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ധനകാര്യ ബില്ല് വരുമ്പോൾ ആ ധനകാര്യ ബില്ലിനകത്ത് ഈ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പിന്നെ UDF ചർച്ച ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. അത് അറിഞ്ഞുകൊണ്ട് കണ്ണടച്ചിട്ടിട്ടാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് വലിയ കാര്യമില്ല. അത് നാളെയും അടുത്ത തിങ്കൾ ചൊവ്വ ബുധനായിട്ടാണ് സഭ നടക്കുന്നത്. അവിടേക്ക് വരുന്ന ബില്ലിന് ഇതുണ്ടെങ്കിൽ UDF ചർച്ച ചെയ്യും, കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യും, നയകാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് തെളിയാൻ പോവുകയാണ്. ആ കാര്യം മുൻകൂട്ടി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. വീണ്ടും ഞങ്ങൾ അക്കാര്യം പറയുകയാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനൊരു വിൽക്കാൻ പോകുന്നു എന്ന് കണ്ടുപിടിച്ച് ഇത് അപകടമാണെന്ന് ചൂണ്ടിക്കാണിച്ച ആളുകൾ പറഞ്ഞത് തെറ്റാണെന്ന് വരുത്താൻ ശ്രമിക്കുന്ന UDF-ന്റെ ക്യാമ്പയിൻ നല്ല കാര്യമല്ല. ഇത് കയ്യോടെ പിടിച്ചപ്പോഴാണല്ലോ അവരിത് പറയുന്നത്. ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായം പറയുന്നവരെ വിമർശിക്കാനും ഇതില്ലാത്ത കഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറയാനാണ് വിളിച്ചത്. അപ്പൊ ധനകാര്യ ബില്ല് വരുന്നതിനകത്ത് ഈ പ്രൊവിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ സഭയെ കൊടുത്ത വാഗ്ദാനവും വാക്കും പറഞ്ഞതിനെതിരാവും, UDF നേതാക്കന്മാരോട് പറഞ്ഞതിനെതിരാവും, പൊതുവിൽ UDF ചർച്ച ചെയ്യും എന്ന് പറഞ്ഞതിനും എതിരാവും. ഇപ്പൊ ഇരട്ടത്താപ്പാണ് പൊതുവെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നല്ലോ എല്ലാവരും പറയുന്നത്. അത് ഞാൻ മാത്രമല്ല, UDF-ന്റെ പ്രവർത്തകർ പറയുന്നതാണ്. ഇന്നലെ കുട്ടനാട് അവിടുത്തെ UDF പ്രവർത്തകരും LDF പ്രവർത്തകരും മുഴുവൻ ജനങ്ങളും അവിടെ പ്രതിഷേധം നടത്തുന്നത് കണ്ടു. നേരിട്ട് അപ്പം തന്നെ ഇരട്ടത്താപ്പിന്റെ ഉദാഹരണങ്ങൾ ഉണ്ടായല്ലോ. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നല്ലോ ഇന്നലെ. അപ്പൊ അത് ജനങ്ങൾ മനസ്സിലാക്കും. ഞങ്ങൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല. പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്. അപ്പൊ ഇരട്ടത്താപ്പ് ധാരാളമായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം അതിനെ സംബന്ധിച്ച് വേറെ നീക്കങ്ങളൊന്നും ഇപ്പൊ ആലോചിച്ചതായി കാണുന്നില്ല. അവിശ്വാസമൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് സാഹചര്യം നോക്കേണ്ടതാണ്. അവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം വളരെ സീരിയസ് ആയ കേസുകളിൽ പ്രതിയായ ഒരാൾ കൗൺസിലറായി. വളരെ സീരിയസ് ആയ കേസിൽ പ്രതിയായ ഒരാൾ കൗൺസിലറായി എന്ന് പറയുമ്പം രാഷ്ട്രീയ കേസുകളല്ല, അല്ലാതുള്ള കേസുകളാണ്. അതിന്റെ എതിരായിട്ട് വലിയ സമരം നടക്കുകയാണ്. ആ സമരം നടക്കുമ്പോൾ BJP അതിനെ ന്യായീകരിക്കുകയാണ്. BJPയും BJPയെ പിന്തുണയ്ക്കുന്ന ആളുകളും ഡ്രൈവ് ചെയ്യുന്ന ആളുകളും ചില കാര്യങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പാകെ മാപ്പ് പറയേണ്ട സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അയോധ്യയിലെ ഇപ്പൊ എന്താ ലേറ്റസ്റ്റ് സംഭവം? അയോധ്യയിലെ അവിടെ കോടാനുകോടി രൂപയുള്ള സാധനങ്ങൾ ജനങ്ങൾ, ഈ നാട്ടിലെ ഭക്തജനങ്ങൾ കൊടുത്തത് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം, അയോധ്യ സംഭവങ്ങളിലൊക്കെ വന്ന പിന്നെ ആ പശ്ചാത്തലത്തിൽ കൊടുത്ത കാര്യങ്ങളിൽ ഇന്നത്തെ പത്രത്തിന്റെ എല്ലാം പ്രധാനപ്പെട്ട വാർത്ത ഇതുപോലെ തന്നെയാണല്ലോ. അയോധ്യയിലെ സംഭാവന കൊള്ള, അതിന്റെ പേരിൽ ഉള്ള രാജി, അതിന്റെ പേരിൽ വേണ്ടത്ര ഗൗരവമായ കേസുകൾ എടുക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നൊരു സമീപനം എടുക്കാൻ പാടില്ല എന്നുള്ളത് രാജ്യത്താകെ പറയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇത്തരം ചില സംഭവങ്ങൾ, അതിനകത്ത് വെറുതെ ഒരാളെ അങ്ങ് കേസിൽ പ്രതിയാക്കുന്നതല്ല, വളരെ ഗുരുതരമായ കേസിനകത്ത് സാധാരണ ഒരു ക്രിമിനൽ കേസിന്റെ സ്വഭാവത്തിലല്ല, അതിനപ്പുറമുള്ള കേസിനകത്ത് പ്രതിയായ ആളുകളാണ്. അപ്പൊ അതിനെതിരെ ശക്തമായ പ്രതിഷേധം അവിടുത്തെ LDF നടത്തുന്നുണ്ട്. ആ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും. ബാക്കി കാര്യങ്ങളൊക്കെ പ്രായോഗികമായത് പിന്നീട് അവിടുത്തെ LDF-ഉം അവിടുത്തെ പാർട്ടികളും ആലോചിക്കും. UDF-ന്റെ എന്താ സമീപനം നമുക്കറിയില്ല. UDF പല കാര്യങ്ങളിലും ആത്മാർത്ഥമായ സമീപനം BJP-യുടെ നിലപാടുകൾക്കെതിരെ എടുക്കാറില്ല എന്നുള്ളതാണ് പൊതു അനുഭവം നമ്മുടെ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വോട്ട് വാങ്ങി പല സീറ്റുകളിലും വിജയിക്കുകയും പല സീറ്റുകളും ടാർഗറ്റ് ചെയ്ത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനും ശ്രമിച്ച കോൺഗ്രസിന് അങ്ങനൊന്നും സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റില്ല. അവർ ചെയ്തു വരട്ടെ, നമുക്ക് നോക്കാം. കോൺഗ്രസിന്റെ ആളുകൾ ഒന്നാകെ പഞ്ചായത്തിൽ
BJP-യിൽ ചേർന്ന അനുഭവം ഉണ്ടല്ലോ. BJP-യുടെ പഞ്ചായത്ത് ഭാരവാഹികളായി നമ്മുടെ സ്റ്റേറ്റിൽ തന്നെയല്ലേ. പിന്നെ അതൊക്കെ തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ എടുക്കേണ്ട കാര്യങ്ങളെല്ലാം എടുക്കും. കാര്യം പ്രായോഗികമായ കാര്യങ്ങൾ അവിടെ നോക്കിയിട്ടായിരിക്കുമല്ലോ ചെയ്യുക. BJP-യുടെ കാര്യങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ വിഷയം പെട്ടെന്ന് ഇക്കാര്യത്തിൽ തീരുമാനം പിടിച്ചെടുക്കാനുള്ള താല്പര്യമുണ്ടാകും എന്നാണ്. അതാണ് പ്രശ്നം. സാധാരണഗതിയിൽ നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ നിയമം പാസ്സായാൽ ഇപ്പൊ ഈ ബില്ല് പാസ്സാവുന്നു, നാളെ എന്ന് പറഞ്ഞാൽ തിങ്കൾ ചൊവ്വ ബുധനില് പാസ്സാക്കുമ്പം സാധാരണഗതിയിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, നടപടിക്രമങ്ങൾ ഒന്നുമില്ല. സാധാരണഗതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ സബ്ജക്ട് കമ്മിറ്റി പോകേണ്ട നികുതി നിർദ്ദേശങ്ങളോ നികുതി അളവുകളോ ഉണ്ടെങ്കിൽ ആ സബ്ജക്ട് കമ്മിറ്റി നിശ്ചയിക്കും. അപ്പോഴേ ബില്ലിന്റെ കാര്യം അപ്പോഴേ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സാധാരണ ബില്ല് ഇതിന്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ധനകാര്യമന്ത്രി എന്നാലും. അപ്പോൾ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പോൾ ഈ പ്രപ്പോസൽ പോലും വളരെ ലേറ്റായിട്ട് വന്നതുകൊണ്ടാണല്ലോ ബില്ല് തയ്യാറാക്കാൻ. ചെറിയ ബില്ലേ ഉള്ളൂ, ആ ബില്ല് തയ്യാറാക്കിയില്ല. ബില്ലിപ്പോൾ വരുന്നു. ബില്ലിനെയും സബ്ജക്ട് കമ്മിറ്റിക്ക് പോകാതെ തന്നെ ചർച്ച ചെയ്യാതെ തന്നെ സബ്ജക്ട് കമ്മിറ്റി ചർച്ചയില്ലാതെ തന്നെ സഭയിലെ ചർച്ച കൊണ്ട് പൂർത്തീകരിക്കാൻ പോവാണ്. സാധാരണ ഈ ബില്ല് പാസ്സായാലുള്ള നടപടിക്രമം എന്താ? നടപടിക്രമം എന്ന് വെച്ചാൽ ഗവർണർക്ക് അയക്കും, ഗവർണറുടെ അസന്റ് കിട്ടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്ത പിന്നെ ടെക്നിക്കലായി 1-2 ചെറിയ കടമ്പകളേ ഉള്ളൂ ഒരു സാധനം വിൽക്കുന്നതിന്. എന്ന് പറഞ്ഞാൽ സാധനം എല്ലാം തയ്യാറാക്കി എല്ലാം കൊണ്ടുവന്ന് റേറ്റ് ഫിക്സ് ചെയ്ത് അത് നോട്ടിഫൈ ചെയ്ത് അനൗൺസ് ചെയ്ത് എല്ലാം ആയിക്കഴിഞ്ഞാൽ ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തടസ്സങ്ങൾ 2-3 ചെറിയ ബമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നടപ്പിലാക്കാൻ. അപ്പൊ അങ്ങനെ സ്ഥിതിയിലേക്ക് അത് വരികയാണ്. അപ്പൊ അത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് വന്നു കഴിയുമ്പോൾ പിന്നെ UDF കൂടുമ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആവുക കാര്യം. അപ്പോൾ UDF-നെ തന്നെ വിശ്വാസത്തിലെടുക്കുന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള അവരുടെ പാർട്ടിയുടെ കാര്യമാണ്, മുന്നണിയുടെ കാര്യമാണ്. ഞാൻ അതിനകത്ത് ആ കാര്യം പറയുന്നില്ല. ഗവൺമെന്റ് ചെയ്യുന്നതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോ ഈ പട്ടാളത്തിന്റെ ആർമിയുടെ ക്യാന്റീനുകളിൽ ഇത് പിന്നെ മദ്യം വിൽക്കുന്നതിന്റെ കാര്യം ഇന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആർമി ക്യാന്റീനിൽ സാധാരണ വിൽക്കുന്നത് പട്ടാളത്തിന്റെ പ്രത്യേക റേറ്റ്. അത് സാധാരണ ഗവൺമെന്റ് അങ്ങനെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടുന്നില്ല. പക്ഷെ അതിനുശേഷം നമ്മളിവിടുത്തെ പാരാമിലിറ്ററി സെന്ററുകളിൽ അവരുടെ ക്യാന്റീനിൽ മദ്യം വിൽക്കുന്നതിന് പ്രത്യേക റേറ്റൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ അനുഭവത്തിൽ ഞാൻ ചുമതല വഹിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അങ്ങനെ അടച്ചു കൊടുത്തിട്ടില്ല. അവിടെ ഒന്നും ഇത്തരം പുതിയ സാധനം വിൽക്കുന്നതിന് അനുവാദം കൊടുത്തിട്ടില്ല. മറ്റേ മിലിറ്ററിയുടെ ക്യാന്റീൻ വേറൊരു സംവിധാനമാണ്, ഇന്ത്യയിലാകെയുള്ളതാണ്. പക്ഷെ നമ്മളിവിടെ ഇതേപോലെ തന്നെ വലിയ ഡിമാൻഡ് വന്നിട്ട് അവിടെ പോലും നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ.